SSLC കഴിഞ്ഞ് വെക്കേഷൻ എൻജോയ് ചെയ്യുന്ന റിസൾട്ട് പേടിച്ചിരിക്കുന്ന SSLC കഴിഞ്ഞ കുട്ടികൾ നിങ്ങളെല്ലാവരും +1 മാത്സിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, ആരും നിങ്ങളോട് ചിലപ്പോൾ സത്യാവസ്ഥ ആദ്യം തന്നെ പറയണമെന്നില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് +1 മാത്സിൽ എങ്ങനെ പഠിക്കണം, എന്ന് ചെയ്യണം, ആൻഡ് എത്ര ഡിഫിക്കൽട്ടാണ്, എന്ത് പഠിക്കണം മൊത്തം പറഞ്ഞുതരാം. ഓക്കെ, അതിനുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നല്ല കോൺഫിഡൻറ്റ് A+ അല്ലെങ്കിൽ A+ കിട്ടുന്നൊക്കെ ഉറപ്പിച്ചിരിക്കുന്ന മിടുക്കന്മാരും മിടുക്കികളായിരിക്കും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ SSLC നിങ്ങൾ കഴിഞ്ഞു, ഇനി നിങ്ങൾ +1 വരെ അറിഞ്ഞിരിക്കണം. റിസൾട്ട് വരുന്നവരെ നിങ്ങൾ എൻജോയ് ചെയ്താൽ, പക്ഷേ +1 മാത്സ് നിങ്ങൾക്ക് ഇങ്ങനെ ഹാർട്ട് ഇമോജിയൊക്കെ അയച്ച് സന്തോഷമായിരിക്കണമെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്കിന് ഉള്ളിൽ എന്താണെന്ന് അറിയണം. ഓക്കെ, ഫസ്റ്റ് കാര്യം പറഞ്ഞുതരാം, SSLC പോലെ ആയിരിക്കില്ല. ഓക്കെ, SSLC പോലെ ഒട്ടും ആയിരിക്കില്ല നിങ്ങളുടെ +1 മാത്സ്. ഞാനത് ഗ്യാരണ്ടി ചെയ്ത് തരാം. എല്ലാവർക്കും അത് +1 ഏത് സബ്ജക്റ്റ് വേണം കേട്ടെ. നമ്മൾ വിചാരിക്കും SSLC ഞാൻ 10 സബ്ജക്റ്റ് പഠിച്ചു അല്ലേ, ഇനി +1 എനിക്ക് 5-6 പഠിച്ചാൽ മതി, അപ്പോൾ എനിക്കെന്താ സിമ്പിളായിട്ട് പഠിക്കാം. പക്ഷേ നമ്മുടെ ഈ ബുക്കുകൾ നിങ്ങളെ സിമ്പിളാക്കുന്നതിന് പകരം ടഫാക്കി തരും. അല്ലെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 ചില്ല് ചെയ്യാൻ പറ്റുമോ? ബുദ്ധിമുട്ട് കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ +1 അത് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ, ഫസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഹാപ്പി ന്യൂസ്, നിങ്ങൾക്ക് 27th സാറ്റർഡേ ഈ +1 ചാനലിൽ നിങ്ങൾക്ക് ബ്രിഡ്ജ് കോഴ്സ് ഉണ്ടാവും മാത്സിൻ്റെ. ഫസ്റ്റ് നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് മാത്സ് ഉണ്ട്, അത് ഞാൻ പഠിപ്പിച്ച് തന്നിരിക്കും ബ്രിഡ്ജ് കോഴ്സിൽ. അത് 27th സാറ്റർഡേ 7:30 ചെറിയ ക്ലാസ് ആയിരിക്കും. നിങ്ങൾ എല്ലാവരും വരിക, നിങ്ങൾ നോട്ട്ബുക്കോ പെന്നെടുത്ത് പഠിക്കാൻ വേണ്ടി വരണം, നിങ്ങൾ എൻജോയ് ചെയ്ത് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി വാ. ഓക്കെ, നിങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ടാവും, അതിൻ്റെ അറിയുന്ന കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതിൽ എന്തൊക്കെ ടോപ്പിക്സ് നിങ്ങൾക്ക് എക്സ്ട്രാ വേണം, ചിലപ്പോൾ LCM ആയിരിക്കും, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും, ഡെസിമൽ ആയിരിക്കും, അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അറിയുക. കാരണം +1 കയറി കഴിഞ്ഞാൽ ഇതിനൊന്നും സമയമില്ല. എല്ലാവരും വരെ 27th സാറ്റർഡേ +1 മാത്സിൻ്റെ ഫസ്റ്റ് ബ്രിഡ്ജ് കോഴ്സ്. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് SSLCയിൽ അല്ലെങ്കിൽ CBSEയിലാണെങ്കിൽ 15 ചാപ്റ്റേഴ്സ് ഏകദേശം ഉണ്ട്. SSLCക്കാർക്കാണെങ്കിൽ നിങ്ങൾക്ക് 11 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഓക്കെ, അതിലും കുറേയൊക്കെ സിമ്പിൾ തന്നെ. അരിത്തമെറ്റിക് സീക്വൻസ് ഒക്കെ ഒരു ചാപ്റ്ററായിട്ട് തന്നെ കരുതാൻ പറ്റില്ല, വളരെ സിമ്പിളായിരുന്നു അല്ലേ. ഇനി നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക, +1 മാത്സിലേക്ക് വരുമ്പോൾ 14 ചാപ്റ്റേഴ്സാണ്. നിങ്ങൾ പുതിയ ലേറ്റസ്റ്റ് സിലബസ് ബുക്ക് തുറന്നു നോക്കിയാൽ 14 ചാപ്റ്റർ, പണ്ടത്തെ ആണെങ്കിൽ 16 കേട്ടോ. ഈ 14 ചാപ്റ്ററിൽ ചിലതൊക്കെ വളരെ സിമ്പിളാണ്. ഞാൻ ഇപ്പം തന്നെ പറഞ്ഞത് എന്താ, സെറ്റ്സ് നിസ്സാരം. ഞാൻ ഇവിടെ ടിക്കറ്റ് അതാ, ഓരോ ടിക്കിന് അതിൻ്റെ ഡിഫിക്കൽട്ടീനനുസരിച്ച് കേട്ടോ. അപ്പോൾ സെറ്റ്സ് സിമ്പിളാണ്, റിലേഷണൽ ഫംഗ്ഷൻ സിമ്പിളാണ്, ലീനിയർ ഇക്വാളിറ്റി സിമ്പിളാണ്, ബൈനോമിയൽ തിയറം സിമ്പിളാണ്, ഇൻട്രോഡക്ടറി സിമ്പിളാണ്. ഇത്രേ ഉള്ളൂ സിമ്പിൾ ചാപ്റ്റേഴ്സ്. ഇനി ഡബിൾ ടിക്കറ്റ് ആണെങ്കിൽ അതിന് ഡിഫിക്കൽട്ടി കുറച്ചും കൂടി കൂടുതലാണ്. അപ്പം നോക്കിയാൽ ഇത് ഡബിൾ ടിക്ക്, കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ പുതിയൊരു ടോപ്പിക്കാണ്, നിങ്ങൾ ഒരിക്കലും കാണാത്തൊരു സംഭവം. അയോട്ട, ദി റൂട്ട്, മോഡൽസ് ഒക്കെ കുറച്ച് പുതിയ, നിങ്ങൾ ഇന്നേ വരെ ജീവിതത്തിൽ കാണാത്ത സാധനമാണ്. ഓക്കെ, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ കുറച്ച് പുതിയ കോൺസെപ്റ്റാണ്. നിങ്ങൾക്ക് ഒരാളുടെ ഫോൺ നമ്പർ ഗസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എത്ര വേർഡ്സ് ഉണ്ടാവും നോക്കണമെങ്കിലോ കുറേ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എത്ര ആൾക്കാരെ എങ്ങനെയൊക്കെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാണെന്നും എത്ര നിങ്ങൾ എങ്ങനെ കാർഡ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഓരോ മാത്തമാറ്റിക്സ് ഉണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കും. ഭയങ്കര രസമാണ് കേട്ടോ. സീക്വൻസ് ആൻഡ് സീരീസ് നിങ്ങൾക്ക് അരിത്തമെറ്റിക് സീക്വൻസ് നിങ്ങൾ 10th പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി ജോമെട്രിക് നമ്മൾ ആഡ് ചെയ്യുന്നതിന് വരെ മൾട്ടിപ്ലൈ ചെയ്യും നമ്പേഴ്സ്. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻസ് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഓക്കെ, കോണിക് സെക്ഷൻസ് നിങ്ങൾക്ക് ചിലവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ചെയ്യുമ്പോൾ 3 ടിക്സ്. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഞാൻ വെറുതെ പറയല്ല മക്കളെ, 4 ടിക്ക് ഇടുന്നു. കാരണം നിങ്ങൾ ഈ പഠിച്ച ട്രിഗ്നോമെട്രിയിൽ നിന്ന് അതിൽ നിന്നുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ട്രിഗ്നോമെട്രിക്ക് നമുക്ക് 3 ടിക്ക് ഇട്ടേക്കാം. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് 2 ടിക്ക്. നിങ്ങൾ ഫോർമുല പഠിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളൂ, പ്രോബബിലിറ്റിയും വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് +1 മാത്സിൽ നിങ്ങളുടെ എക്സാമിന് വരുന്ന ഡിഫിക്കൽട്ടി അനുസരിച്ച് ഞാൻ റാങ്ക് ചെയ്തിട്ടുണ്ട്. എന്നാണ് ഈ റാങ്കിൻ്റെ അർത്ഥം? ഇത്രേ ഉള്ളൂ. ഈ ട്രിഗ്നോമെട്രി പോലത്തെ ചാപ്റ്റർ, ട്രിഗ്നോമെട്രി, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്, അതേപോലെ കോണിക് സെക്ഷനൊക്കെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഫോർമുലയിൽ നിങ്ങൾ പുതിയ സംഭവം തന്നെയായിരിക്കും. നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ച ട്രിഗ്നോമെട്രി ഒന്നുമല്ല ഇവിടെ, ഇതിൻ്റെ അപ്പുറം, ലെവലപ്പുറം. ഈ ചാപ്റ്ററും ഒക്കെ ലിങ്ക്ഡ് ആണ്. അതിന് തന്നെ ടഫായ കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ല. നിങ്ങൾ വിചാരിക്കും സാർ 10ാം ക്ലാസ്സിൽ ഞാൻ അടിപൊളിയായിട്ട് സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ പഠിച്ചു, +1 എത്തുമ്പോൾ സാർ വെറുതെ പേടിപ്പിക്കുക. എന്നാൽ ഞാൻ സത്യാവസ്ഥ പറഞ്ഞുതരാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത് ട്രിഗ്നോമെട്രി ചാപ്റ്റർ കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിന് പുറകിൽ കൊടുത്ത ഫോർമുലയാണ്. ഓക്കെ, നോക്കാം, ഇതൊക്കെയാണ് ഫോർമുല. ഇതൊക്കെ ബൈ ഹാർട്ട് ചെയ്യണം. ഇത് വെറുതെ പറയാം. നിങ്ങൾ എന്ത് വേണം എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും. അത് അത്രയും പഠിച്ചിട്ടുണ്ട്, അത്രയും പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ +1 കഴിഞ്ഞ ചേട്ടന്മാരോട് ചോദിച്ചാൽ ഇതൊക്കെ പഠിക്കേണ്ടത്, ഇതൊക്കെ പഠിക്കണം. ഇതൊക്കെ ബേസിക് ഫോർമുല. ഓക്കെ, ഇപ്പോൾ തന്നെ ഒരു 10-20 ഫോർമുലയും ഒരു പേജ് ആയിട്ടുള്ളൂ. ഇതാ ബാക്കി ഫോർമുല. ഓക്കെ, ഇതൊക്കെ എങ്ങനെ ബൈ ഹാർട്ട് ചെയ്യാന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇത് ട്രിഗ്നോമെട്രി. ഇനി അതിൻ്റെ കൂടെ തന്നെ ഗ്രാഫ് പഠിക്കണം. ട്രിഗ്നോമെട്രിൻ്റെ ഗ്രാഫ് നിങ്ങൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞില്ല, ഇതാണ് കോസ് തീറ്റ, ടാൻ തീറ്റ, ഇത് കോട്ട് തീറ്റ, കോട്ട് തീറ്റ, അതന്നെ. ഇത് നിങ്ങൾ പഠിക്കണം, ഞാൻ വെറുതെ പറയല്ല. ഇത് അലൻ സാറിൻ്റെ +1 മാത്സിൻ്റെ നോട്ട്സ് നിന്ന് എടുത്താൽ 2nd ചാപ്റ്ററിന് പഠിക്കാനുള്ള കുറച്ച് ഗ്രാഫുകളാണ്. ഓരോ ഷേപ്പും പഠിക്കണം, അതിനൊക്കെ മാത്തമാറ്റിക്സ് ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങളേത് കണ്ട് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലത് കൊണ്ടുവന്നത്. കുറേ ഗ്രാഫ് ഉണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ല, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് ചാപ്റ്റർ.
അതിൻ്റെ ഏറ്റവും സിംപ്ലിഫൈഡ് വെർഷനാണത്, ഏറ്റവും സിംപ്ലിഫൈഡ് വെർഷൻ, ഷോർട്ട് നോട്ട്സ്. ഇതിൻ്റെ 20 പേജ് തന്നാലും എനിക്ക് തീർക്കാൻ പറ്റാത്ത ക്വസ്റ്റൻ ആൻസർ ഉണ്ടാവും. ഞാൻ വെറുതെ പറയല്ല, എന്ത് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ +1 മാത്സിലെ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ടഫസ്റ്റ് ചോദ്യമാണ്. എക്സാമിന് ചോദിക്കുന്ന ചോദ്യം ഒരു ഫസ്റ്റ് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറയും. നോക്കിയാൽ ഇതൊക്കെ എഴുതണം. ഇത് ഒരു +1 കുട്ടി എങ്ങനെ എഴുതുന്നതാണ് എനിക്ക് ആലോചിക്കുന്നത്. ഓക്കെ, ആദ്യം കാണുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെ കടന്നു വന്ന് അഗ്നി ബാച്ചിലും +1 കുറേ കുട്ടികൾ ഫുൾ മാർക്ക് മേടിച്ചിട്ടുണ്ട്, അറിയേണ്ടത് തട്ടിപ്പോയി. പക്ഷേ സമയമെടുക്കും, ആൻഡ് നിങ്ങൾക്ക് അതിനുള്ള സപ്പോർട്ട് സിസ്റ്റം വേണം. ഇത് സ്വന്തം പഠിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്. SSLC പോലെ ആയിരിക്കില്ല, ഞാൻ വെറുതെ പറയല്ല. ഇത് നിങ്ങൾ +1 കഴിഞ്ഞ ചേട്ടന്മാരോട് ചോദിച്ചു ഫസ്റ്റ് പ്രിൻസിപ്പളിൻ്റെ ക്വസ്റ്റ്യൻ വരുമെന്ന്. ഈ വർഷം കൂടി വന്നിട്ടുള്ളൂ. പഠിക്കാന്ന് പറഞ്ഞാൽ കുറേ സമയം എടുക്കും. നിങ്ങൾക്കിപ്പോൾ സ്ട്രെയിറ്റ് ലൈൻസ് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, അതിൽ കുറച്ച് ഫോർമുല മാത്രമാണ്. നിങ്ങളുടെ സീനിയേഴ്സ് ചോദിച്ചു ഫോർമുല മാത്രം എടുത്തുതരും. ഫോർമുല എടുത്തുതരാം, ഇതാണ് ഫോർമുല. കോണിക് സെക്ഷൻ ഞാൻ പറഞ്ഞു, കോണിക് സെക്ഷൻ അത് ഷേപ്പിൻ്റെ ചാപ്റ്റർ കേട്ടോ. സർക്കിളിൽ പഠിക്കാറുണ്ട്. സർക്കിൾ നിങ്ങളെല്ലാവരും 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ അപ്പുറം സർക്കിൾ ഇങ്ങനെ ചപ്പിളിയാക്കിയാൽ നമുക്ക് കിട്ടും, എലിപ്സ് കിട്ടും. എവിടെ പോയി എലിപ്സ്? നമ്മുടെ എലിപ്സ്, 2 എലിപ്സ് ഉണ്ട്, എലിപ്സ്. ഓക്കെ, പിന്നെ നമുക്ക് പാരബോള, ഇങ്ങനെ നമ്മുടെ ഡിഷ് TV ഒക്കെ ഉണ്ടാവും, ഡിഷ് TV ഉണ്ടാകുന്ന ഷേപ്പ് പാരബോള. ഓക്കെ, അതേപോലെ തന്നെ ഹൈപ്പർബോള. ഇതൊക്കെ ഫോർമുലയൊക്കെ പഠിക്കണം, വെറുതെ പറയില്ല, പഠിപ്പിക്കും, അതൊക്കെ പഠിപ്പിക്കും. പക്ഷേ സമയം എടുക്കും, ആൻഡ് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ വേണം. ഓക്കെ, അതുകൊണ്ടാണ് ഫസ്റ്റ് കാര്യം നിങ്ങളോട് പറഞ്ഞത് ബ്രിഡ്ജ് കോഴ്സ് അറ്റൻഡ് ചെയ്യുക. കാരണം കുറേ സമയമൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സാറേ ഇനി ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആകുമ്പോൾ പഠിച്ചു തുടങ്ങിയാൽ മതി. പക്ഷേ പ്രശ്നം എന്താ, മാർച്ചിൽ എക്സാം നടക്കും. അതുപോരാതെ നിങ്ങളോട് സത്യാവസ്ഥ കാര്യം പറയാം, കുറേ കുട്ടികൾ ഓൾറെഡി +1 പഠിച്ചു തുടങ്ങുന്നുണ്ട്. എങ്ങനെ എനിക്കറിയാം? ഫസ്റ്റ് കാര്യം, നമ്മുടെ ബാച്ചിലെ അഡ്മിഷൻ അതിലെ ക്ലാസ് കാണുന്നതനുസരിച്ച് നമുക്ക് കാണാൻ പറ്റും. ഈ ഫസ്റ്റ് ചാപ്റ്റർ കുറേ കുട്ടികൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതുപോരാതെ യൂട്യൂബിലെ കഴിഞ്ഞ വർഷത്തിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ വീഡിയോ ഒക്കെ അല്ലേ, അതിൻ്റെ വ്യൂസ് കൂടുന്നുണ്ട്. അപ്പോൾ എനിക്കറിയാം ഫസ്റ്റ് ചാപ്റ്റർ കുറേ ആൾക്കാർ കണ്ടു തുടങ്ങി, സെക്കൻഡ് ചാപ്റ്ററിന് കുറച്ച് വ്യൂസ് കയറുന്നുണ്ട്. അതിനർത്ഥം കുറേ ആൾക്കാർ സ്മാർട്ടായിട്ട് ഓൾറെഡി പഠിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബാക്കിൽ നിന്ന് പോകരുത്. നിങ്ങൾ സയൻസ് എടുക്കും അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കും, ഏത് വേണം എടുത്തോ, തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മാത്സ് ഉണ്ടെങ്കിൽ മാത്സ് പഠിച്ചു തുടങ്ങാം, ഫിസിക്സ് ഉണ്ടെങ്കിൽ ഫിസിക്സ് പഠിച്ചു തുടങ്ങാം. നിങ്ങൾ ഏതാണോ സബ്ജക്റ്റ് എടുക്കുന്നത് അത് പഠിച്ച് തുടങ്ങുക. നിങ്ങൾക്കത് ആവശ്യം വേണ്ടി ടൈം ഒട്ടുമില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ലിസ്റ്റും അതിൻ്റെ ഡിഫിക്കൽട്ടിയും പറഞ്ഞിരുന്നത്. ഓക്കെ, ട്രിഗ്നോമെട്രി നിങ്ങൾ ഇപ്പോൾ പേടിക്കണ്ട, ഈ 2 ചാപ്റ്റർ പഠിക്കുക, മാർക്ക് കിട്ടും. ട്രിഗ്നോമെട്രി എത്തുമ്പോൾ ഞാനുണ്ട്, ഇതെത്തുമ്പോഴും ഞാനുണ്ട്, എക്സാമിനർ മൊത്തം സപ്പോർട്ട് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് SSLCയിലെ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് +1 എക്സാമിനറിലൂടെ പഠിക്കണം ഫുൾ മാർക്കിന്. വെറുതെ പറയില്ലേ ഫുൾ മാർക്ക്. 520 മാർക്ക് നിങ്ങൾക്ക് +1 മേടിക്കാം. അത് മേടിച്ച് തകർത്ത് അടിപൊളി കേരള സ്റ്റേറ്റ് ടോപ്പേഴ്സ് ആയ കുട്ടികളുണ്ട് നമ്മുടെ ബാച്ചിലൂടെ. ഓക്കെ, നമ്മുടെ ബാച്ചിൽ ഓൺലൈനായിട്ട് കണ്ട് പഠിച്ച് ഫുൾ മാർക്ക് മേടിച്ച സ്റ്റേറ്റ് ടോപ്പേഴ്സ് ഉണ്ട് നമുക്ക്. ഇത് +1 മാത്രമല്ല, +1 +2 മേടിച്ച 1200 മേടിച്ച സ്റ്റുഡൻസ് ഉണ്ട്. അവരൊക്കെ ഈ ബാച്ചിലാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് JEE അല്ലെങ്കിൽ NEET കൂടിയുള്ള ബാച്ച് വേണമെങ്കിൽ യോധ അഥവാ പൃഥ്വി അത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യോധ ബാച്ച്, JEEൻ്റെ ബാച്ച് മെയ് 2nd വീക്ക് ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ ബാച്ച് +1 അഗ്നി ബാച്ച് മെയ് 1st വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. പൃഥ്വി ബാച്ച് ഓൾറെഡി NEETൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് വേഗം തന്നെ അഡ്മിഷൻ എടുത്ത മക്കളെ. നിങ്ങൾക്ക് ബുക്സ് ഇതൊക്കെ പണ്ടേ കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് ആകെ കുറച്ച് ബുക്സ് ബാക്കിയുണ്ട്. നിങ്ങൾ വിളിച്ചു നോക്കുക, ഈ നമ്പറിലേക്ക്, താഴെ കാണുന്ന നമ്പറിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം. ബുക്സ് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് നോക്കുക. സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, വേഗം തന്നെ അഡ്മിഷൻ എടുത്തോ. നിങ്ങൾക്ക് ഫുൾ സിലബസ് റെക്കോർഡഡ് ക്ലാസ് കിട്ടും. നിങ്ങൾക്ക് ലൈവ് ഉണ്ടാവും, ആഴ്ച 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം ഫുൾ ലൈവ് ഉണ്ടാവുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് PDF ഫുൾ നോട്ട്സ് കിട്ടും, PYQs ഉണ്ടാവുന്നതായിരിക്കും. ടെക്സ്റ്റ് ബുക്കിൻ്റെ മാത്സ് ഫുൾ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസും സോൾവ് ആയിട്ട് വീഡിയോ സൊല്യൂഷൻസും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഫുൾ പഠിക്കാം, ഫുൾ പഠിച്ച് സെറ്റാക്കാം. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ +1 സയൻസ് ബാച്ച് അല്ലെങ്കിൽ +1 കൊമേഴ്സ് ബാച്ച് മാത്രം ജോയിൻ ചെയ്യുകയാണെങ്കിൽ 6000 റുപ്പീസാണ് ഒരു വർഷത്തെ ഫീസ് വരുന്നത്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ കൊമേഴ്സ് കിട്ടി അല്ലെങ്കിൽ സയൻസ് കിട്ടിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണമെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ റിസൾട്ട് വരുമ്പോൾ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 6000 റുപ്പീസാണ് ഫീസ്. നിങ്ങൾ യോധ, JEE ബാച്ച് അഥവാ പൃഥ്വി, NEET ബാച്ച് ജോയിൻ ചെയ്യുകയാണെങ്കിൽ താഴത്തെ നമ്പറിലേക്ക് വിളിക്കാം. വേഗം തന്നെ അഡ്മിഷൻ എടുത്ത മക്കളെ. +1 ഫുൾ മാത്സ് ഞാൻ ഗ്യാരണ്ടി ചെയ്യാം. നിങ്ങൾ ആദ്യം മുതൽ എൻ്റെ കൂടെ വന്ന് പഠിക്കുകയാണെങ്കിൽ +1 മാത്സ് നിങ്ങൾ ഹാർട്ടി മോജി ഇട്ടിട്ടേ അവസാനം പോവുള്ളൂ. ഫുൾ മാർക്ക് മേടിക്കും, ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ കാണാം +1ൻ്റെ ബ്രിഡ്ജ് കോഴ്സിൽ. അത് 27th സാറ്റർഡേ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം ജോയിൻ ചെയ്ത് മക്കളെ. +1 മാത്സ് നമുക്ക് തകർക്കാം.